BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Today is my day. Pollywoodil Silks, Kottayam, Thrissur, Thodupuzha, Kollam. K. Purushothaman and Sons, Golden Jewellery, Telephone Exchange Junction, Thodupuzha. Parayanjalil Jewellers, Jyoti Bazaar, Thodupuzha. Phone 222401. Desire, Kalarika Bazaar, near Private Bus Stand, Thodupuzha. Spendex Industries Designer Tiles near Kaniyamuri Bridge, Kanjiramattam, Thodupuzha. Mangalat Opticals, Pulimutil Plaza, Pala Road, Thodupuzha. Royal, the complete family shopping near Private Bus Stand, Thodupuzha. കഴിഞ്ഞ കാറ്റിനും മഴയ്ക്കും മൊത്തം നഷ്ടമായി വീട്. അത് നന്നാക്കാൻ വേണ്ടിയാ ഞാൻ ഈസി ലോൺ എടുത്തത്. എത്ര പെട്ടെന്ന് ലോൺ കിട്ടിയെന്നറിയാമോ? ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമുട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. KG's Jewellery, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. Malabar Golden Diamonds. Celebrate the beauty of life. ആരേ ഗായത്രി? ഗായത്രി തൊടുപുഴയില. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, Thodupuzha. വിവിധ നിലകളിലായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുവാനുള്ള ഫ്ലവേഴ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, നിലവിളക്കുകൾ തുടങ്ങിയവയുടെ ആകർഷകമായ ശേഖരം. പട്ടരുമടം സ്റ്റീൽ ഹൌസിന്റെ പുതിയ സംരംഭം പട്ടരുമടം ബി മാർട്ട്, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. നിങ്ങളുടെ മനസ്സിനനുയോജ്യമായ ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കാവുന്ന അപൂർവം ഫർണിച്ചർ കടകളിലൊന്നാണ് റോയൽ ഫർണിച്ചർ മടക്കത്താനം. ഫോൺ 9544772025 9747929290. ഷീ സ്റ്റൈൽ, ദ കംപ്ലീറ്റ് ലേഡീസ് ഫാഷൻ ബ്ലോക്ക്. ഫോൺ 04862228751. ഗുരുനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, പടിഞ്ഞാറേക്കോടിക്കുളം, തൊടുപുഴ. ഫോൺ 9947177344. മികച്ച വിളവിനും അധിക ലാഭത്തിനും മൾട്ടി റൂട്ട് ജാതികൾ കൃഷി ചെയ്യുക. ചെറുകുന്നിൽ നഴ്സറി, KCB സബ്സ്റ്റേഷൻ സമീപം, NH റോഡ്, ചാറ്റുപാറ, അടിമാലി. വളർന്നു വരട്ടെ ഒരു മൾട്ടി റൂട്ട് സംസ്കാരം. മഹാറാണി ടെക്സ്റ്റൈൽസ് ഹൈപ്പർ മാർക്കറ്റ്, ഫുഡ് വെയർസ് ആൻഡ് ബാഗ്സ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, IMA റോഡ്, തൊടുപുഴ. ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് മുൻനിരയിൽ നിൽക്കുന്ന വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. കഴിവുറ്റ അധ്യാപകർ, അത്യാധുനിക ഇൻഫ്രാസ്ട്രക്ചർ, മികവേറിയ പ്ലേസ്മെന്റ്സ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗം എന്നിവയാണ് ഞങ്ങളുടെ സവിശേഷതകൾ. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിങ്കളാഴ്ച കർക്കിടകം 1, രാമായണ ദിനങ്ങൾക്ക് തുടക്കം. ആരോഗ്യ സംരക്ഷണത്തിനും രാമനാമ സങ്കീർത്തനങ്ങൾക്കും നീക്കിവെക്കുന്ന നാളുകളാണ്. ഇടവെട്ടി NSS കരയോഗം മന്ദിര സമർപ്പണവും ഓഡിറ്റോറിയത്തിന്റെ നാമകരണവും കുടുംബസംഗമവും നടന്നു. PJ ജോസഫ് MLA കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. റോഡിന് ഇരുവശവുമുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് തണൽ മരങ്ങൾ നട്ടും തൊടുപുഴ നഗരവീഥി വൃത്തിയാക്കിയും ജയഹിന്ദ് ലൈബ്രറി അംഗങ്ങൾ മാതൃക നൽകി. തൊടുപുഴ കാരിക്കോട് ജംഗ്ഷനിൽ ഗതാഗത കുരുക്കേറുന്നു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും ഹൈമാക്സ് ലൈറ്റും വഴിയോര കച്ചവടങ്ങളുമാണ് ഗതാഗത കുരുക്കിന് കാരണം. KSU കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുകയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുകയും ചെയ്ത തൊടുപുഴ CIക്കെതിരെ നടപടിയെടുക്കണമെന്ന് KSU. Today is my day. Pollywoodil Silks, Kottayam, Thrissur, Thodupuzha. വാർത്തകൾ വിശദമായി. തിങ്കളാഴ്ച കർക്കിടകം 1.
രാമായണ ദിനങ്ങൾക്ക് തുടക്കം. ആരോഗ്യ സംരക്ഷണത്തിനും രാമനാമ സങ്കീർത്തനങ്ങൾക്കും നീക്കിവെക്കുന്ന നാളുകളാണിനി. സദ്യയ്ക്ക് കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിലിരുന്ന് രാമായണം വായിക്കുന്ന മുത്തശ്ശിമാർ വളരെ വിരളം. വൃത്താനുഷ്ഠാനങ്ങളുടെ ഓർമ്മപ്പെടുത്തലുമായി ക്ഷേത്രങ്ങളിൽ മാത്രമായി രാമായണ പാരായണം ഒതുങ്ങുന്നു. യുവതലമുറയ്ക്ക് രാമായണവും കർക്കിടക മാസത്തിലെ ഔഷധ ഗുണമുള്ള കർക്കിടക കഞ്ഞിയും കേട്ടറിവ് മാത്രം. കർക്കിടക മാസത്തിലെ ആയുർവേദ ചികിത്സയ്ക്കായി അന്യദേശത്തു നിന്ന് പോലും അനേകം പേരാണ് നമ്മുടെ നാട്ടിലെത്തുന്നത്. കർക്കിടക മാസത്തിൽ ദശപുഷ്പത്തിന് പ്രാധാന്യം ഏറെയുണ്ട്. 10 ദേവന്മാരെയും പ്രതിനിധീകരിക്കുന്നതാണ് ദശപുഷ്പം. കർക്കിടക മാസവും ക്ഷേത്ര ആരാധനയും ദശപുഷ്പവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. കറുക, കൃഷ്ണക്രാന്തി, തിരുതാളി, പൂവം കുരുന്നില്, നിലപ്പന, മുക്കുറ്റി, കയ്യുണ്യം, ഒഴിഞ്ഞ്, ചെറുള, മുയൽച്ചെവിയൻ എന്നിവയാണ് ദശപുഷ്പങ്ങൾ. ഇന്ന് കർക്കിടകം 1. കർക്കിടക മാസം മനുഷ്യരാശിയും പ്രകൃതിയും തമ്മിൽ കൂട്ടിയിണക്കുന്ന ഒരു ജീവിതത്തിന്റെ തുടക്കമാണെന്നാണ് സങ്കല്പം. രാമായണത്തിനാണ് മുഖ്യ പ്രാധാന്യം. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ദശപുഷ്പം, അതായത് 10 ദേവീ ദേവന്മാരുടെ സങ്കല്പമായിട്ടുള്ള ദശപുഷ്പത്തിന് വളരെ പ്രാധാന്യമാണ്. ആ ദശപുഷ്പങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ കുമാരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് പരിചയപ്പെടാം. ബ്രഹ്മാവ്, ലക്ഷ്മീദേവി, സുബ്രഹ്മണ്യൻ, ഇന്ദ്രൻ, ബ്രഹ്മാവ്. കർക്കിടക മാസത്തിലാണ് ദശപുഷ്പത്തിന്റെ പ്രാധാന്യം. 10 ദേവന്മാരെ സങ്കല്പമാണ് ദശപുഷ്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃഷ്ണക്രാന്തി, തിരുതാളി. റോഡിന് ഇരുവശവുമുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് തണൽ മരങ്ങൾ നട്ടും തൊടുപുഴ നഗരവീഥി വൃത്തിയാക്കിയും ജയ്ഹിന്ദ് ലൈബ്രറി അംഗങ്ങൾ മാതൃക തീർത്തു. റോഡിന് ഇരുവശവുമുള്ള കാടുകൾ വെട്ടിത്തെളിച്ചും തണൽമരങ്ങൾ നട്ടും തൊടുപുഴ നഗരവീഥി വൃത്തിയാക്കി മുതലക്കോടൻ ജയ്ഹിന്ദ് ലൈബ്രറി അംഗങ്ങൾ മാതൃക തീർത്തു. ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ 150ഓളം പേരാണ് അവധി ദിനമായ ഞായറാഴ്ച ഒത്തുചേർന്ന് കാഞ്ഞിരമറ്റം ബൈപ്പാസിൽ മങ്ങാട്ടുകോല മുതൽ KSRTC ജംഗ്ഷൻ വരെയുള്ള ഭാഗം വൃത്തിയാക്കിയത്. ഇരുവശവും കാടുകൾ വളർന്നു മൂടിയ നിലയിലായിരുന്നു. ഓടകൾ അടഞ്ഞ് വെള്ളമൊഴുക്ക് നിലച്ചിരുന്നു. പണിയായുധങ്ങളുമായി നിരന്ന ഇവർ പകൽ 2:30 റോഡിന് ഇരുവശത്തെയും കാടുകൾ വെട്ടിനീക്കി ഉദ്യമം പൂർത്തിയാക്കി. വെട്ടിനീക്കിയ പുല്ലും മറ്റും നഗരസഭയുടെ വാഹനത്തിൽ അവിടെ നിന്നും മാറ്റി. റോഡരികിൽ തണവൃക്ഷങ്ങളും നട്ടു അവയ്ക്ക് സംരക്ഷണ കവചവും തീർത്താണ് പ്രവർത്തകർ മടങ്ങിയത്. KSRTC ജംഗ്ഷന് സമീപത്തെ റൌണ്ടാനയിലെ കാടുകളും വെട്ടിനീക്കിയ പ്രവർത്തകർ അവിടെ ചെടികളും നട്ടുപിടിപ്പിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ TK സുധാകരൻ നായരാണ് ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തത്. വളരെ കുറച്ച് പണിക്കാരെ ഉപയോഗിച്ച് നമുക്കുള്ളൂ. അവരെ ഉപയോഗിച്ച് ഈ പ്രദേശത്തെ ചവറുകളെല്ലാം നീക്കം ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലെ നല്ല രീതിയിലുള്ള ഒരു ശുചീകരണത്തിന് ഒരിക്കലും ഒരു നഗരസഭയ്ക്കും കഴിയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. തീർച്ചയായിട്ടും നമ്മൾ നാട്ടിൽ മുൻപ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നിരവധിയായ സമര പോരാട്ടങ്ങൾ തൊടുപുഴയിൽ നടക്കുന്നുണ്ട്. ആ സമരങ്ങളെല്ലാം ഇതുപോലുള്ള ഒരു നല്ല കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ശുചീകരണ പരിപാടിക്ക്, അല്ലെങ്കിൽ ഇതുപോലെ പകർച്ചപ്പനികൾ വരുന്ന കാലഘട്ടങ്ങളിൽ ഇത് ശുചിയാക്കുന്നതിനും ഇത് വൃത്തികേടാക്കുന്നവർക്കെതിരെ ഉള്ള ഒരു സമര പോരാട്ടമായി ഇത് മാറട്ടെ. തീർച്ചയായിട്ടും ജയ്ഹിന്ദ് ലൈബ്രറിയുടെ പ്രവർത്തനം നാടിനാകെ ഒരു മാതൃകയായി മാറട്ടെ എന്നും ഇതുപോലൊരു ശുചീകരണ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത ജയ്ഹിന്ദ് ലൈബ്രറിയെയും അതിൻ്റെ പ്രവർത്തകരെയും പ്രത്യേകിച്ച് നഗരസഭയ്ക്ക് വേണ്ടി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ പിന്തുണയും തന്നുകൊണ്ട് എൻ്റെ ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. ലൈബ്രറി പ്രസിഡന്റ് KC സുരേന്ദ്രൻ അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KM ബാബു, മുനിസിപ്പൽ കൗൺസിലർ PA ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. വായനാ സംസ്കാരം വളർത്തുന്നതിനൊപ്പം നാടിന്റെ വികസന പ്രക്രിയയിലും നിരന്തരം ഇടപെടുന്ന ജയ്ഹിന്ദ് ലൈബ്രറി പ്രവർത്തകരുടെ ഈ ഉദ്യമത്തെ പ്രദേശവാസികളും അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരസഭ 17-ാം വാർഡിൽ കുമ്മങ്കല്ല് മുതൽ കോട്ടപ്പാലം വരെയുള്ള കഞ്ഞിക്കുഴിത്തോട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു.
30ഓളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ശുചീകരണ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നഗരസഭയിൽ നിന്ന് 50,000 രൂപ നിലവിൽ അനുവദിച്ചിട്ടുണ്ട്. ബാക്കി തുക ലഭിക്കുന്നതനുസരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് വാർഡ് കൌൺസിലർ സബീന ബിജു പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി നമ്മുടെ കുമ്പങ്കല് പാലം മുതൽ കോട്ടപ്പാലം വരെ വരുന്ന ഇലഞ്ഞിക്കുഴി തോട് വൃത്തിയാക്കലാണ് ഈ പ്രാവശ്യത്തെ പദ്ധതി. 50,000 രൂപയാണ് നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് ഈ പ്രാവശ്യം അനുവദിച്ച് കിട്ടിയിരുന്നത്. അതിൻ്റെ പണത്തിനുള്ള ആണ് നമ്മളിപ്പോൾ പണി ചെയ്യുന്നത്. ഇപ്പോൾ 28ഓളം തൊഴിലാളികളിൽ നിന്നാണ് നമുക്ക് പണിയുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് ദിവസത്തെ വർക്കുകളെ അവർക്ക് വരുന്നുള്ളൂ. അതിനുള്ള പണി ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫണ്ട് വരുന്നതനുസരിച്ച് നമ്മുടെ പണി മുന്നോട്ട്. KSU കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുകയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുകയും ചെയ്ത തൊടുപുഴ CIക്കെതിരെ നടപടിയെടുക്കണമെന്ന് KSU സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കർശനമായ നടപടി ഉണ്ടായില്ലെങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങൾ നടത്തുമെന്നും അവർ കൂട്ടിച്ചേർത്തു. സമരത്തിന് നേരെ തോക്ക് ചൂണ്ടിയ CIക്കെതിരെ അന്വേഷണം നടത്തണം. അല്ലാത്തപക്ഷം KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CI ഓഫീസിലേക്കും വീട്ടിലേക്കും മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്, NSU ദേശീയ നിർവാഹക സമിതി അംഗം JS അഖിൽ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബി C ജോയ്, സംസ്ഥാന സെക്രട്ടറി CM മുനീർ, എറണാകുളം ജില്ലാ പ്രസിഡന്റ് അലോഷ്യസ് ടൈലർ എന്നിവർ പങ്കെടുത്തു. ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും ഇന്ന് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അവർക്കെതിരെ തന്നെയാണ് അതേപോലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജാഫർ ഖാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അഡ്മിറ്റാണ്. ഇവർക്കെതിരെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ CI അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഈ ഒരു ഫീസ് പാവപ്പെട്ട ആരും ഇവിടെ പഠിക്കേണ്ടാത്ത നിലപാടെടുത്താണ് കേരളത്തിൽ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. അത് അംഗീകരിക്കാൻ സാധിക്കില്ല. സ്വാശ്രയ സമരവുമായിട്ട് ബന്ധപ്പെട്ട സമരം കൃത്യമായി KSU അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ ഭാഗമായി തൊടുപുഴയിലെ ഈ സ്വാശ്രയ സമരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് തൊടുപുഴയിലെ KSU അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ KSU നേതാക്കൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നത്. അവർക്ക് വേണ്ടിയുള്ള സമരം ഒരു ഭാഗത്ത് KSU ഏറ്റെടുത്ത് നടത്തും. അതിനുള്ള കഴിവ് ഇന്ന് KSUവിനുണ്ട്. ഒരു സമരം മാത്രം നടത്തുമ്പോൾ മറ്റതിൽ നിന്ന് ഡൈവേർട്ട് ആകുമെന്ന് പേടി ആർക്കും വേണ്ട. ഞങ്ങൾ അത് മുമ്പോട്ട് കൊണ്ടുപോകും. അതിന്റെ ഈ ഒരുപക്ഷെ കോൺസ്റ്റബിൾമാർ ചിലപ്പോ രാത്രി വെച്ച് അടിക്കേണ്ടി വരാറുണ്ട്. അത് ആളുകൾ പിരിഞ്ഞു പോയാൽ ഓക്കെ, അവർ അത് നിർത്തും. ഇത് മുമ്പോട്ട് പോകുന്ന ആളുകളെ വീണ്ടും പുറകിൽ ചെന്ന് അടിച്ചു വീഴ്ത്തുന്നു, തലക്കടിക്കുന്നു. ഇത് മനോവൈകല്യമാണ്. ഞങ്ങൾ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നു. ഈ മനോവൈകല്യമുള്ള ഈ CIയെ ചികിത്സിക്കാൻ വകുപ്പ് തയ്യാറാവണം. ഇല്ല എങ്കിൽ അയാൾക്കുള്ള സൗജന്യ ചികിത്സ നൽകാൻ, അയാളുടെ ചികിത്സ ഏറ്റെടുക്കാൻ KSU സംസ്ഥാന കമ്മിറ്റി തയ്യാറാണ്. തൊടുപുഴ കാരിക്കോട് ജംഗ്ഷനിൽ ഗതാഗതം കുരുക്കിയിരുന്നു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും ഹൈമാസ്റ്റ് ലൈറ്റും വഴിയോര കച്ചവടങ്ങളുമാണ് ഗതാഗത കുരുക്കിന് കാരണം. ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ് നഗരത്തിലെ തിരക്കേറിയ കവലകളിലൊന്നായ കാരിക്കോട് ജംഗ്ഷൻ. ഒട്ടേറെ ആരാധനാലയങ്ങളുള്ള ഇവിടെ രാവിലെയും വൈകുന്നേരവും വൻ തിരക്കാണ്. ജില്ലാ സർക്കാർ ആശുപത്രിയും ആയുർവേദ ആശുപത്രിയും പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. ഇവിടങ്ങളിലേക്ക് ജനങ്ങളെത്തുന്നതോടെ ടൗൺ കുരുക്കിലാകുകയാണ്. പൂമാല, ആനക്കയം, മങ്ങാട്ടുകവല, കാഞ്ഞിരമറ്റം ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്ന പേട്ട റോഡ് എന്നീ പാതകൾ സംഗമിക്കുന്ന ഇടം കൂടിയാണിത്. ഇരുവശങ്ങളിലെ അശാസ്ത്രീയമായ പാർക്കിങ്ങും വഴിയോര വാണിഭക്കാരും കൂടിയാകുന്നതോടെ ഗതാഗത കുരുക്ക് ഏറും. തിരക്കേറിയ ദിവസങ്ങളിൽ പോലും ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരാരും ഗതാഗത നിയന്ത്രണത്തിന് എത്താറുമില്ല. ജംഗ്ഷനിലെ റോഡ് ഉൾപ്പെടെയുള്ളവ വർഷങ്ങൾക്ക് മുമ്പ് പുതുക്കി പണിതെങ്കിലും കൃത്യമായ രീതിയിൽ തുടർപണികൾ നടക്കാത്തതാണ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നതെന്ന് സമീപവാസികൾ പറയുന്നു. ഇതിന്റെ ഭാഗമായി റോഡിന്റെ വശങ്ങളിൽ സ്ഥാപിച്ചിരുന്ന വ്യാപാര സ്ഥാപനങ്ങളടക്കം പുതുക്കിപ്പണി. റോഡിന് നടുവിലായി സ്ഥാപിച്ച ഹൈമാസ്റ്റ് വിളക്കാണ് പ്രധാനമായും കുരുക്കിന് കാരണമാകുന്നത്. റോഡിന്റെ അളവെടുത്ത് കൃത്യമായി ഇത് സ്ഥാപിക്കാത്തതിനാൽ പൂമാല, വെള്ളിയാമറ്റം ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ചെറുവാഹനങ്ങൾ ദിശ തെറ്റിച്ച് മങ്ങാട്ടുകല ഭാഗത്തേക്ക് പായുന്നത് ഇവിടെ പതിവാണ്. പേട്ട റോഡിൽ നിന്നെത്തുന്ന വാഹനങ്ങൾക്ക് ഈ വഴിയിലേക്ക് കയറുന്നതിന് നടുവിൽ നിൽക്കുന്ന തൂൺ തടസ്സമാകുകയാണ്. ഇതോടൊപ്പം പേട്ട റോഡ് ആരംഭിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന വൈദ്യുതി തൂണും ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. റോഡിലേക്ക് കയറി നിൽക്കുന്ന വൈദ്യുതി തൂൺ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നിലവിൽ വഴിയോര കച്ചവടക്കാർ തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറമ്പോക്ക് കയ്യേറിയതിന് നിർധനരായ കുടുംബത്തെ ഇറക്കിവിട്ടത് ഏറെ വിവാദമുണ്ടാക്കിയിരുന്നു. എന്നാൽ ഇവിടെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് സ്ഥലം നൽകാതെ കച്ചവടക്കാർക്ക് നൽകിയതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യങ്ങളുണ്ടെന്ന ആരോപണവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുതലക്കോടത്ത് പ്രവർത്തിക്കുന്ന കർഷക ഓപ്പൺ മാർക്കറ്റിൽ കർഷക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഉൽപ്പന്നങ്ങൾ ലേല വ്യവസ്ഥയിൽ ഒരു ദിവസം വിൽക്കുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഓപ്പൺ മാർക്കറ്റിൽ ആദ്യ ലേലം ഉദ്ഘാടനം രക്ഷാധികാരി ഫാദർ ജോസഫ് അടപ്പൂർ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി ടോം ജെ കല്ലറയ്ക്കൽ, കമ്മിറ്റി അംഗങ്ങളായ ജെയിംസ് പള്ളിക്കമാലിൽ, ജെയിംസ് തുറയ്ക്കൽ, ജോസ് സേവ്യർ തുടങ്ങിയവർ പങ്കെടുത്തു. മുതലപ്പുറം പള്ളി വികാരി ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് അടപ്പൂർ
രക്ഷാധികാരിയായി വേർപെടുത്ത് പ്രവർത്തിക്കുന്ന കർഷക ഓപ്പൺ മാർക്കറ്റ് ഒരു പുതിയ സംരംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർഷകർക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ നേര വ്യവസ്ഥയിൽ നേരിട്ട് വിൽക്കുവാനുള്ള അവസരം, ഉപഭോക്താക്കൾക്ക് നേരിട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുമുള്ള അവസരവും ഇതുവഴി ലഭിക്കുന്നു. ഇതിന്റെ ആദ്യ നേര ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ജോസഫ് അടക്കൂരച്ചൻ 19/7 ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് മാർക്കറ്റിൽ വെച്ച് നിർവഹിക്കുന്നതാണ്. കൊതുകുല രൂപത സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ ഉൽപ്പന്നങ്ങളായ ജീവ കുത്തരി, ജീവ പാൽ ഉൽപ്പന്നങ്ങൾ, ജീവ വെള്ളം, തേയില, കാപ്പിപ്പൊടി എന്നിവയ്ക്ക് പുറമെ കേരള സർക്കാർ സ്ഥാപനമായ മത്സ്യഫെഡിന്റെ മത്സ്യഫെഡ് ഉൽപ്പന്നങ്ങളും സർക്കാർ സ്ഥാപനമായ മീൻ പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ മാംസ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ്. ജൈവ കർഷകരുടെ ജൈവ പച്ചക്കറികൾ, അരി, വാഴക്കൊല, നാടൻ, മുട്ട, നെയ്യ്, തേൻ, നീര ഉൽപ്പന്നങ്ങൾ എന്നിവ നേരിട്ട് വിൽക്കുവാനും ലേലത്തിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇതിലേക്കായിട്ട് എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും ഞങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. തങ്ങളുടെ കൈവശമുള്ള ഭൂമി അയൽവാസി തട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്നതായി പരാതി. പീരുമേട് താലൂക്കിൽ വാഗമൺ വില്ലേജിൽ മുണ്ടക്കൽ വീട്ടിൽ MK പൌലോസ്, ഭാര്യ ഏലിയമ്മ എന്നിവർ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പരാതി ഉന്നയിച്ചു. പ്രവിത്താനം പഞ്ഞിക്കുന്നൽ വീട്ടിൽ ജോസഫിന്റെ മകൻ റോയ് തങ്ങളുടെ ഭൂമി തട്ടിയെടുക്കുന്നതായാണ് പരാതിയിൽ പറയുന്നത്. തുച്ഛമായ വിലയ്ക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട് ഗുണ്ടകളെ ഉപയോഗിച്ചും തോക്ക് കാട്ടിയും ഭീഷണിപ്പെടുത്തുകയാണെന്നും ഇവർ പറഞ്ഞു. ഇയാൾ ഭൂമാഫിയയുടെ ആളാണെന്നും ഇവർ ആരോപിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ പൌലോസ്, ഏലിയാമ്മ, ഉണ്ണി ജോസഫ് എന്നിവർ പങ്കെടുത്തു. റെസിപ്റ്റ് കൊടുക്കുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ ഇതിനകത്ത് ബന്ധപ്പെടാൻ തുടങ്ങിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയപ്പോൾ നല്ല ഭീഷണികളായിരുന്നു. പിന്നെ ഈ സംഭവം ഇദ്ദേഹത്തിന്റെ അതാണെന്നുള്ള രേഖകൾ മുഴുവൻ ഞങ്ങൾ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ ഞങ്ങൾ വിവരാവകാശപ്രകാരം തന്നെ കളക്ട് ചെയ്തു. മാത്രമല്ല ഇയാൾ വെച്ചിരിക്കുന്ന പട്ടയം വ്യാജമാണെന്നുള്ള സർട്ടിഫിക്കറ്റും ഞങ്ങൾ കളക്ട് ചെയ്തു. അത്രയും വരെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ താമസിക്കുന്ന പ്രശ്നമൊന്നുമില്ലാതെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. രാവിലെ കയറി ആക്രമിച്ച് ഇവരെ പിടിക്കുന്നു, പ്രത്യേകിച്ചു. അതല്ലാതെ ഇത് പ്രോഗ്രാം ചെയ്യുന്നതിന് സൂക്ഷ്മമായിട്ട് സത്യമായിട്ട് പറഞ്ഞാൽ ഒരു തടസ്സങ്ങളുമില്ല. തടസ്സം ഇവർ ഉന്നയിക്കുന്നത് വസ്തു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. 2 കൂട്ടരും വസ്തു ഞങ്ങളാണെന്ന് പറയുന്നു എന്നുള്ളതൊക്കെയാണ്. 100% വ്യാജമാണെന്നുള്ള രേഖകൾ, സർക്കാരിന്റെ തന്നെ രേഖകൾ ഞങ്ങളെ കീഴ്പ്പെടുത്തി വ്യാജമാണെന്നും അവിടെ ഇങ്ങനെ ഒരു പട്ടയം കൊടുത്തിട്ടില്ല എന്നുള്ള രേഖകളുണ്ട്. തൊടുപുഴ താലൂക്ക് NSS യൂണിയന്റെ കീഴിലുള്ള പൂമാല കരയോഗത്തിൽ നമ്മുടെ ആരോഗ്യം പരിപാടിയുടെ ഉദ്ഘാടനം HRC കോർഡിനേറ്റർ KP ചന്ദ്രഹാസൻ നിർവഹിച്ചു. യൂണിയൻ സെക്രട്ടറി SN ശ്രീകാന്ത്, വനിതാ യൂണിയൻ സെക്രട്ടറി പ്രസീത സോമൻ, കരയോഗ പ്രസിഡന്റ് മനോജ് കുമാർ, സെക്രട്ടറി ബിജു രാമചന്ദ്രൻ, വനിതാ സമാജം സെക്രട്ടറി രാധാമണി ജനാർദ്ദൻ എന്നിവർ സംസാരിച്ചു. പുരാതന പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ നെടിയശാല പള്ളിക്ക് സമീപം ബസ് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് യോഗം ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് PJ ജോസഫ് MLAക്കും ഇടുക്കി RTOയ്ക്കും നിവേദനം നൽകാൻ തീരുമാനിച്ചതായും കത്തോലിക്ക കോൺഗ്രസ് അറിയിച്ചു. ഇടവെട്ടി 78 നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണവും കുടുംബസംഗമവും നടന്നു. DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസിന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ ഒരു മരണമുണ്ടെങ്കിൽ ആ മരണസ്ഥലത്ത് ആദ്യം ഓട്ടിയെത്തുന്നത് അന്നത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നു. ഒരു കല്യാണ വീടാണെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകന്റെ അല്ലെ സഹോദരന്റെ നാട്ടുകാരന്റെ ഒരു കല്യാണ വീടാണെങ്കിൽ, ഒരു പാവപ്പെട്ട കുടുംബമാണെങ്കിൽ അവിടെ ആദ്യം ഓടിയെത്തുന്നത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരായിരുന്നു. ഇന്ന് അതിനൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ആധുനിക കാലഘട്ടം വന്നതോടുകൂടി കുറച്ച് മാറ്റങ്ങൾ. പക്ഷേ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് വീണ്ടും അത്തരത്തിലേക്ക് നമുക്ക് തിരികെ വരണം. ഒരു പാവപ്പെട്ടവനും അതേപോലെ തന്നെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, അവരുടെ സന്തോഷങ്ങൾ എല്ലാം നമ്മൾ പങ്കാളികളാകണം. നമ്മൾ അതിന്റെ കൂടെ കൂടണം. ഒന്നുകൂടി താഴെ തട്ടിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പാവപ്പെട്ടവരും അതേപോലെ തന്നെ തൊഴിലാളി വർഗവും അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ആളുകൾ അടക്കമുള്ളവരെ ഒന്നുകൂടി ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകന്മാർ ഉൾപ്പെടെയുള്ള നമ്മുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കഴിയണം. അതിന് കഴിയത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ ഈ കുടുംബ സംഗമങ്ങളിൽ ആവിഷ്കരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് AK സുഭാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഇടവെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ലത്തീഫ് അനുസ്മരണ സന്ദേശം നൽകി. SSLC പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കോൺഗ്രസ് നേതാക്കളായ അൻഷാദ്, രാജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു.
തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിലെ പിതൃവേദി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ സെമിനാർ നടന്നു. കുര്യൻ മൈലാടു ക്ലാസ് എടുത്തു. പള്ളി വികാരി ഫാദർ തോമസ് പെരിയപ്പുറം, പിതൃവേദി ഭാരവാഹികൾ തുടങ്ങിയവർ സെമിനാറിന് നേതൃത്വം നൽകി. ഒരു നല്ല തീരുമാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും കാൽസ്യം നിങ്ങൾ കഴിച്ചു, ധാരാളം കഴിച്ചു എന്ന് പറഞ്ഞ് കുറിച്ച് തരും. കാൽസ്യം നമ്മൾ കൊണ്ടുപോയിട്ട് ആവശ്യം പോലെ തിന്നും, പക്ഷെ ആ കാൽസ്യം നിങ്ങൾക്ക് മറ്റൊരു രോഗത്തെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കാൽസ്യം നിങ്ങൾ അമിതമായി കഴിച്ചാൽ, പ്രത്യേകിച്ച് ഒരു 30-35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളും ഒരു 50 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരും കാൽസ്യം മസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കണം. കാൽസ്യം മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് അവർ കാൽസ്യം തരും, പക്ഷെ ആ കാൽസ്യം ബോഡി അബ്സോർവ് ചെയ്തില്ല. ബോഡി അബ്സോർവ് ചെയ്യണമെങ്കിൽ കാൽസ്യത്തോടൊപ്പം മഗ്നീഷ്യവും ചെറിയ തോതിൽ ഫോസ്ഫറസും ചെന്നെങ്കിൽ മാത്രമേ കാൽസ്യം ഡിപ്പോസിറ്റ് ചെയ്യുള്ളൂ. അല്ലാതെ കാൽസ്യം ഗുളിക കഴിക്കുന്നവർക്ക് ആ കാൽസ്യം ഗുളിക വാങ്ങിച്ച പൈസ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, കിഡ്നിയിലും പാൻക്രിയാസിലും ഇത് ഡിപ്പോസിറ്റ് ചെയ്ത് കല്ലായി മാറുകയും ചെയ്യും. പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ മാരകമായ രോഗം എന്ന് പറയുന്നത് കിഡ്നിയിലും പാൻക്രിയാസിലും കല്ല. അവിടെ കിഡ്നിക്കും പാൻക്രിയാസിലും ഓപ്പറേഷൻ ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവാണ്. ഞാനിങ്ങനെ കേരളം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നു കുറെ കാലങ്ങളായിട്ട്. ഇപ്പോഴും ഇങ്ങനെ പോകാറുണ്ട്. പോകാൻ പോലെ ക്ലാസ് എടുക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഇപ്പം എറണാകുളം ഏരിയ, തിരുവനന്തപുരം ഏരിയ, അവിടെ എല്ലാം ചെന്ന് കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന മീൻ ധാരാളം ഉപയോഗിക്കും, ഇറച്ചി ധാരാളം ഉപയോഗിക്കും, ഞണ്ട് ഉപയോഗിക്കും, അതുപോലെ കക്കയിറച്ചി ഉപയോഗിക്കും, ചെറുമീനുകൾ ഉപയോഗിക്കും. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറുമീനുകൾ നല്ലതാണ്, കാൽസ്യം കിട്ടാൻ നമ്മളോട് പറയും, നമ്മൾ കഴിക്കുന്നു. ആ കഴിച്ചു കഴിയുമ്പം കാൽസ്യം ബോഡി കൂടിയിട്ട് കിഡ്നിയിലും പാൻക്രിയാസിലും വലിയ കല്ലുകളുണ്ടായി ഓപ്പറേഷൻ നടത്തി. അത് നടത്തിയാൽ പോലും 1 കൊല്ലം 2 കൊല്ലത്തിനുള്ളിൽ വീണ്ടും കല്ലുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. കേരളത്തിൽ നഴ്സുമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് PR വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. യുവമോർച്ച നിയോജക മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് TS രാജൻ, KM സിജു, ഗോകുൽ ഗോപിനാഥ്, ഷിബുമോൻ, രാകേഷ്, അജിത് ഇടവെട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള സംസ്ഥാനം നാളിതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തില് പകർച്ചപ്പനിയുടെയും ഡെങ്കിപ്പനിയുടെയും എല്ലാം പിടിയില് ഭയാനക ജീവിതം നയിച്ചു പോകുന്ന സാഹചര്യത്തിലാണ് ഈ കഴിഞ്ഞ 2 മാസക്കാലമായി കേരളത്തിൽ നടക്കുന്ന ഈ സമരം കേരളം ഭരിക്കുന്ന ഭരണവർഗം കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. പ്രിയമുള്ളവരെ, ആരെയും അധികാരത്തിൽ കയറ്റുവാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും താഴെയിറക്കുവാനോ വേണ്ടിയുള്ള സമരമല്ല ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ നടത്തുന്നു. അവരുടെ നിത്യജീവിതത്തിന് ഉതകുന്ന തരത്തില്, കുടുംബ ബഡ്ജറ്റുകൾ താളം തട്ടാത്ത തരത്തില് അവർക്ക് ചെയ്യുന്ന തൊഴിലിന് മാന്യമായ വേതനം നൽകണം. ഈ ആവശ്യമാണ് സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് മുമ്പിൽ ഈ സംഘടനകൾ മുന്നോട്ട് വെച്ചത്. ഇടവെട്ടി NSS കരയോഗ മന്ദിര സമർപ്പണവും ഓഡിറ്റോറിയത്തിന്റെ നാമകരണവും കുടുംബസംഗമവും നടന്നു. PJ ജോസഫ് MLA കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. വളരെ കാലമായി ഇവിടെ നന്നായി പ്രവർത്തിക്കുന്ന കരയോഗത്തിന് ഒരു നവീകരിച്ച മന്ദിരം ഇവിടെ നമുക്ക് തീർക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആചാര്യനായ മന്നത്ത് പത്മനാഭനെ അനുസ്മരിച്ചുകൊണ്ടാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. നായർ സർവീസ് സൊസൈറ്റിയെ ഈ സംസ്ഥാനത്തെ വളരെ ശക്തമായൊരു സംഘടനയായി വളർത്താൻ, ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്താൻ, സമുദായത്തിനും സമൂഹത്തിനും ഒട്ടേറെ നന്മകൾ ചെയ്യുവാനും കഴിഞ്ഞിട്ടുള്ള ശ്രീ മന്നത്ത് പത്മനാഭനെ ഞാൻ ഈ അവസരത്തിൽ ആദരവോടുകൂടി സ്മരിക്കുന്നു. ദീർഘമായൊരു പ്രസംഗത്തിന് മുന്നേ ഈ പ്രദേശത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുവാൻ ഈ കരയോഗത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൂട്ടിയടക്കിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള കരയോഗ മന്ദിര സമർപ്പണവും ഓഡിറ്റോറിയത്തിന്റെ നാമകരണവും നടത്തി. ഇടവെട്ടി കരയോഗം പ്രസിഡന്റ് MK നാരായണ മേനോൻ അധ്യക്ഷത വഹിച്ചു.
പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് ജലജ ശശി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങളായ TM മുജീബ്, അശ്വതി, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രോജക്ട് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൊടുപുഴ അർബൻ ബാങ്ക് ഹാളിൽ ജില്ലാ സെമിനാർ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ജയചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KV ശശി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി TK അച്യുതൻ നിർമ്മാണ രംഗത്തെ പ്രതിസന്ധി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി G വിജയാനന്ദൻ, TR സോമൻ, KM ബാബു, PJ ഉലഹന്നൻ, ഹസൻ റാവുത്തർ, CP വർഗീസ്, AG സുകുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പഴയകാല ഭരണാധികാരികൾക്കുണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നൊക്കെ രാജ്യം പോയി. എല്ലാം സ്വകാര്യ മേഖലയിൽ കൊടുക്കുക എന്ന സമ്പ്രദായത്തിലേക്ക് നമ്മുടെ ഭരണകൂടം എല്ലാ മേഖലയിലും ശക്തമായ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തകർക്കുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആയാലും റെയിൽവേ ഉൾപ്പെടെയുള്ള സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വെള്ളക്കാരുടെ കാലത്ത് ആരംഭിച്ചിട്ടുള്ള ഇന്ത്യൻ റെയിൽവേ അതൊരിക്കലും നാളിതുവരെ സ്വകാര്യവൽക്കരിക്കാൻ തയ്യാറായിരുന്നില്ല. എറണാകുളം റെയിൽവേ സ്റ്റേഷനും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും ആദ്യഘട്ടമായിട്ട് കേരളത്തിൽ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെ സേവ് റെയിൽവേ പ്രസ്ഥാനം നമ്മൾ രൂപീകരിച്ച് എല്ലാ ആളുകളുമായി യോജിച്ചുകൊണ്ട് ഇത് വിൽപ്പന നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രസ്ഥാനം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. പള്ളിക്കാമുറി ലിറ്റിൽ ഫ്ലവർ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ജലമലിനീകരണത്തെയും ജലജന്യ രോഗങ്ങളെയും സംബന്ധിച്ച് ബോധവൽക്കരണ സെമിനാർ നടത്തി. കരിമണ്ണൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സ് സീന ക്ലാസ് നയിച്ചു. കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി ആളുകൾ ക്ലാസിൽ പങ്കെടുത്തു. ഫോർവേഡ് ബ്ലോക്ക് വണ്ണപ്പുറം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവപ്പെട്ടവരെ BPL ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് വണ്ണപ്പുറം വില്ലേജ് ഓഫീസിന് മുമ്പിൽ ബുധനാഴ്ച 11 മണിക്ക് കൂട്ടധർണ നടത്തും. AIYL സംസ്ഥാന സെക്രട്ടറി ജോഷി ജോബ് ധർണ സമരം ഉദ്ഘാടനം ചെയ്യും. പ്ലാസ്റ്റിക് ബാഗുകൾ വിമുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തനിമ യൂണിറ്റ് ക്യാരി ബാഗുകളുടെ നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടിയമ്മ മൈക്കിൾ നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷീല സന്തോഷ്, CDS ചെയർപേഴ്സൺ സിന്ധു സതീഷ്, ഷൈജ ജോമോൻ, മണിയമ്മ, മുട്ടം ഗ്രാമീൺ ബാങ്ക് മാനേജർ VS ബില്ലി ഗ്രഹാം, ആയുഷ് ഗ്രാം പദ്ധതി നോഡൽ ഓഫീസർ ഡോക്ടർ റോസ്ലിൻ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്ലാസ്റ്റിക് പരമാവധി നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് നമ്മുടെ നാടിനെ പ്ലാസ്റ്റിക് വിമുക്തമാക്കി നമ്മുടെ ഗ്രാമത്തെ മാറ്റണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. മണിയമ്മയാണ് ഇതിനായിട്ട് തയ്യാറായിട്ട് വന്നത്. ഞാനതിന് മണിയമ്മയും ഗ്രൂപ്പിൻ്റെ ആൾക്കാരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. വളരെ സ്നേഹത്തോടുകൂടി നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ഇത് നല്ല സഹകരണത്തോടെ മുമ്പോട്ട് പോകണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. കർക്കിടക മാസം 1-ാം തീയതി എന്ന് പറയുമ്പോൾ അത് മുൻപൊക്കെ പറഞ്ഞത് അല്ലേ, പഞ്ഞക്കർക്കിടകം എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾക്ക് അങ്ങനെയല്ല. ഈ പഞ്ഞത്തിൽ നിന്നും ഒരു വിമോചനം ലഭിക്കാനായിട്ട് നമ്മളുടെ സഹോദരിമാർ, നമ്മളുടെ കുടുംബാംഗങ്ങൾ, നമ്മളുടെ പെങ്ങന്മാർ, നമ്മളുടെ പേരൻസ്, ഇവർക്കൊക്കെ ഈ സമയങ്ങളിൽ ഒരു വരുമാനം കണ്ടെത്താൻ അതൊരു സാഹചര്യമാണ് ഇതുകൊണ്ട് ഒരുങ്ങുന്നത്. അത് മുൻപ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ബഹുമാന്യായ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഒക്കെ പരിശ്രമ ഫലമായിട്ടാണ് അത് നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിര്യാതയായ തുടങ്ങനാട് കർമ്മലിത്ത മഠാംഗമായ സിസ്റ്റർ ഡോക്ടർ പട്രീഷ്യയുടെ സംസ്കാരം തുടങ്ങനാട് സെന്റ് തോമസ് കൊറോണ പള്ളിയിൽ നടന്നു. വൈദികരും സന്യാസികളും ഉൾപ്പെടെ ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ളവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും
എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സമ്പൂർണ്ണ വൈദ്യുതീകരണം നടന്ന ജില്ലയായി പ്രഖ്യാപിച്ച് 2 മാസം കഴിഞ്ഞെങ്കിലും കഞ്ഞിക്കുഴിയിലെ 3 ഗ്രാമങ്ങളിൽ ഇനി വൈദ്യുതി എത്തിയിട്ടില്ല. വനത്തിനുള്ളിലൂടെ കേബിളിട്ട് വൈദ്യുതി എത്തിക്കുവാനുള്ള പുതിയ പദ്ധതിക്ക് അനുമതി തേടി വൈദ്യുതി വകുപ്പ് വനം വകുപ്പിനെ സമീപിച്ചു. 60 വർഷത്തെ കുടിയേറ്റ ചരിത്രം ഉൾക്കൊള്ളുന്ന മക്കുവള്ളി മനേതരം കൈതപ്പാറ നിവാസികളുടെ അവസാനത്തെ പ്രതീക്ഷയാണ് കേബിൾ വൈദ്യുതീകരണം. 3 വർഷം മുമ്പ് വീടുകൾ വയറിംഗ് നടത്തി കാത്തിരിക്കുന്ന ഗ്രാമവാസികൾക്ക് വൈദ്യുതി ലഭിക്കുവാൻ താമസമായി നിൽക്കുന്നത് വനം വകുപ്പാണ്. വനത്തിനുള്ളിലൂടെ വൈദ്യുതി ലൈൻ വലിക്കാൻ വകുപ്പ് തടസ്സമായതോടെ കേബിൾ വഴി ഭൂമിക്കടിയിലൂടെ വൈദ്യുതി എത്തിക്കാനാവും എന്ന പ്രതീക്ഷയാണുള്ളത്. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ 5 മാസം കൊണ്ട് 60 വർഷത്തെ നാട്ടുകാരുടെ കാത്തിരിപ്പിന് പരിഹാരം ലഭിക്കുമെന്നാണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുന്നത്. ഇടുക്കി ജില്ല സമ്പൂർണ്ണ വൈദ്യുതീകരണവുമായി ബന്ധപ്പെട്ട് സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിച്ചുവെങ്കിലും നമ്മുടെ എൻ്റെ വാർഡിൽ ഈ മേൽപ്പറഞ്ഞ പ്രദേശങ്ങളിലൊന്നും തന്നെ വൈദ്യുതി എത്തിയിട്ടില്ല. ഇപ്പോൾ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സഹായിച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പ്രദേശത്തേക്ക് വൈദ്യുതി എത്തിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൈലപ്പുഴ മുതൽ മക്കൊള്ളി വരെയുള്ള പ്രദേശം കേബിൾ ഇട്ടുകൊണ്ട് വൈദ്യുതീകരണം നടത്താം എന്നാണ് പറഞ്ഞ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതനുസരിച്ച് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് അതിന് റിപ്പോർട്ട് നമ്മൾ ഗവൺമെൻറ് പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് KC ബോർഡ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അനുമതി കിട്ടിയാൽ ഏതാണ്ട് ഒരു 5 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അവിടെ വൈദ്യുതി എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം ആയിരിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. 4 വശവും വനത്താൽ ചുറ്റപ്പെട്ട് യാത്രായോഗ്യമായ റോഡ് പോലും ഇല്ലാതെയാണ് മക്കുവള്ളി നിവാസികൾ കഴിയുന്നത്. സോളാർ മണ്ണെണ്ണ വിളക്കുകൾ മാത്രമാണ് ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത്. കേബിൾ വനത്തിലൂടെ വലിക്കുവാനുള്ള അനുമതി നഷ്ടപ്പെട്ടാൽ ഇവരുടെ പ്രതീക്ഷയും അസ്തമിക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ പ്രതിഷേധിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ നേതൃത്വത്തിൽ ഒറ്റയാൾ സമരം നടത്തി. ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഉദയഗിരി സ്വദേശി കാഞ്ഞിരപ്പറയിൽ സജിയാണ് നടുറോഡിൽ കിടന്ന് റീത്ത് സമർപ്പിച്ച് വേറിട്ട സമരം നടത്തിയത്. കുമരകം കമ്പം സംസ്ഥാന പാതയുടെ ഭാഗമായ തോപ്രാംകുടി പുഷ്പഗിരി റോഡ് തകർന്ന് ഗതാഗതം താറുമാറായിട്ട് വർഷങ്ങൾ ഏറെയായെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഉദയഗിരി സ്വദേശി കാഞ്ഞിരപ്പാറയിൽ സജി സ്വയം റീത്ത് സമർപ്പിച്ച് റോഡിലെ കുഴിയിൽ പായ വിരിച്ചു കിടന്ന് ഏകാത്മക സമരം നടത്തിയത്. PWDക്ക് ആദരാഞ്ജലികൾ, റോഡിലെ കുഴികൾക്കും ഞങ്ങൾ ടാക്സ് നൽകണമോ തുടങ്ങിയ വാചകങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ സമീപത്ത് വെച്ച് നടുറോഡിൽ പായ വിരിച്ച് വെള്ള പുതച്ച് റീത്തും വെച്ച് കിടന്നാണ് സജി പൊതുമരാമത്ത് വകുപ്പിനോടുള്ള തന്റെ പ്രതിഷേധം അറിയിച്ചത്. സജിക്ക് പിന്തുണയുമായി വഴിയാത്രക്കാരും ഒപ്പം ചേർന്നു. ഇത് തന്റെ സൂചനാ സമരമാണെന്നും റോഡ് നന്നാക്കാൻ വൈകിയ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് റോഡ് ഉപരോധം നടത്തുമെന്നും സജി പറഞ്ഞു. 4-5 വർഷമായി ഈ വഴി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇതിനെപ്പറ്റി ഇത് നന്നാക്കുന്നതിനെ പറ്റി ഒരു നടപടിയില്ല. തോപ്രാംകുടി മുതൽ പുഷ്പഗിരി വരെയുള്ള റോഡ് അതിദയനീയാവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ കിടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തങ്കമണി റോഡ്, ഈ ഓട്ടോറിക്ഷക്കാരെ ഞങ്ങൾ ഈ ഇതിലൂടെ വണ്ടി ഓടിക്കുന്നതിൽ ഇതിന് ടാക്സ് അടയ്ക്കണം. ഈ കുഴികൾക്കും ടാക്സ്, ഇൻഷുറൻസ്, പിന്നെ പുക പരിശോധിച്ച സർട്ടിഫിക്കറ്റ്, ഇതൊന്നും ഇല്ലെങ്കിൽ പോലീസുകാരുടെ പരിപാടി വേറെ. ഇവർ ഈ കുഴി സൈഡിൽ തന്നെയാണ് വന്ന് കിടന്ന് ഞങ്ങളെ ഈ 8 കാലിൽ ഇരിക്കുന്ന പോലെ ഇരുന്ന് പിടിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഇത്രയും ടാക്സ് മേടിക്കുന്ന ഈ ലക്ഷക്കണക്കിന് വണ്ടി ഓടുന്ന വഴിയായത്. ടാക്സ് അടച്ചില്ലെങ്കിൽ പോലീസ് പിടിക്കും, അതിന് പെറ്റി അടയ്ക്കണം. ഈ കുഴികൾ ഓടുന്ന പൈസ കൊണ്ടാണ് ഈ പെറ്റി അടയ്ക്കുന്നത്. ഈ കുഴിക്ക് ഞങ്ങൾ ടാക്സ് അടയ്ക്കണം. ഇതാണ് സർക്കാരിനോടോ അല്ലെങ്കിൽ MLAയോടോ MP യോടോ നമുക്ക് ചോദിക്കാനുള്ളത്. തന്റെ വ്യത്യസ്തമായ സമരപരിപാടി ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സജി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാട്ടാന ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി വനം വകുപ്പ് തയ്യാറാക്കിയിരിക്കുന്ന കർമ്മ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. കാട്ടാന ആക്രമണം രൂക്ഷമായ പ്രദേശത്തെ പ്രദേശവാസികളുടെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും പൂപ്പാറയിൽ നടന്ന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാട്ടാനയുടെയും മറ്റു വന്യജീവികളുടെയും ആക്രമണം ഇന്ന് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്നത് ഇടുക്കിയിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി വനം വകുപ്പ് തയ്യാറാക്കി
സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന കർമ്മ പദ്ധതിയിൽ അടിയന്തരമായ തീരുമാനം വേണമെന്നും MP പറഞ്ഞു. ഖജനാപ്പാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ കൃഷിനാശം ഉണ്ടാക്കുന്ന ആനകളെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ടും ഇവർ ശ്രമിക്കുന്നുണ്ട്. ഈ ആനകളെ ഓടിക്കുക മാത്രമല്ല, ആനകൾ തിരിച്ചു വരാതിരിക്കുന്നതിനുള്ള നടപടി കൂടി ഉണ്ടാകേണ്ടതുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് പൊതുവായ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമായി അവരെ കൂടെ കൂട്ടി ജനപ്രതിനിധികളും എല്ലാവരും കൂടി ഈ വിഷയം ചർച്ച ചെയ്യുകയും അതിന് ഒരു കർമ്മ പദ്ധതി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയുടെയും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ വീണ്ടും സജീവമായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. അതിനാവശ്യമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആ കർമ്മ പദ്ധതി സംസ്ഥാന ഗവൺമെന്റിന്റെ പരിഗണനയ്ക്കായി സമർപ്പിച്ചിട്ടുള്ള കർമ്മ പദ്ധതിയിന്മേൽ അടിയന്തരമായ തീരുമാനം ഉണ്ടാവുകയും ഈ വിഷയം ശാശ്വതമായി പരിഹരിച്ചുകൊണ്ട് ഈ മേഖലയിലെ കൃഷിയെയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കേണ്ടത്. അതിനുള്ള നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ നടപടികളിലേക്ക് ഗവൺമെന്റ് അടിയന്തരമായി എത്തിച്ചേരേണ്ടതുമുണ്ട്. പൂപ്പാറ മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടി ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ലിജു വർഗീസ് സ്വാഗതം ആശംസിച്ചു. DFO, തഹസീൽദാർ അടക്കമുള്ള റവന്യൂ, വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് MP കാട്ടാന ആക്രമണത്തിൽ തകർന്ന വീടുകളും കൃഷിയിടങ്ങളും സന്ദർശിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മണക്കാട് കൃഷിഭവനിൽ മികച്ച ഇനം തെങ്ങ് തൈകൾ എത്തിയിട്ടുണ്ട്. ആവശ്യക്കാർ കൃഷി ഓഫീസുമായി ബന്ധപ്പെടുക. ഇന്നത്തെ ചിന്താവിഷയം പൗലോസ് പാറക്കര അച്ഛന്റെ ചിന്തകൾ ശ്രമിക്കുക. ഇനി തോമൻ കുത്തിജോയിയുടെ നാടൻ പാട്ട് കേൾക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യെരീഹോ പട്ടണത്തിൻ്റെ തെരുവീഥിയിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന കുരുടനായ ഭർത്തിമായി നമുക്ക് ചില ദൂതുകൾ തരുന്നുണ്ട്. നാളുകളായി അവൻ കാത്തിരിക്കുകയായിരുന്നു. ആ കാലൊച്ച കേൾക്കാൻ കണ്ണില്ലെങ്കിലും കാതുണ്ടായിരുന്നു. ആ നസ്രായൻ്റെ കാലൊച്ച കേൾപ്പാൻ കാത്തുകാത്തിരുന്ന അവൻ ഒരിക്കലത് കേട്ടു. അവൻ വിളിച്ചു ചോദിച്ചു, എന്താണ് വലിയ ശബ്ദകോലാഹലങ്ങൾ കേൾക്കുന്നത്? ആരോ പറഞ്ഞു, മിണ്ടാതിരി, നസ്രേത്തുകാരൻ യേശു കടന്നു പോകുന്നു. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ അലമുറയിട്ടു. ഓർക്കുക, ഭൃത്യമായി പറയുന്നു, ഞാൻ നാളുകളോളം കാത്തിരുന്നു. എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ അവൻ ഇതുവഴി വരുമെന്ന്. അന്ന് അവൻ്റെ കാൽക്കൽ അഭയം ചൊല്ലാനാണ് ഞാൻ കാത്തിരുന്നത്. ഒരിക്കൽ പോലും ഞാൻ മടുത്തു പോയിട്ടില്ല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവൻ വരുമെന്ന്. ഇതൊരു വലിയ ചിന്തയാണ്. മടുത്തു പോകാതെ കാത്തിരിക്കാൻ, മടുത്തു പോകാതെ ആഗ്രഹിക്കാൻ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ, ഉത്തരം കിട്ടുവോളം പ്രാർത്ഥിക്കാൻ നമ്മിൽ എത്ര പേർക്ക് മനസ്സുണ്ട്? ഈശോ പറഞ്ഞില്ലേ, യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും. ഒരിക്കൽ യാചിച്ചാൽ കിട്ടും എന്നാണ് ചിലർക്ക് മനസ്സിലായത്. 2 or 3 വട്ടം യാചിച്ചാൽ കിട്ടുമെന്നാണ് മറ്റു ചിലർക്ക് മനസ്സിലായത്. എന്നാൽ ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. യാചിച്ചുകൊണ്ടേയിരിപ്പീൻ, ഒരിക്കൽ അത് നിങ്ങൾക്ക് കിട്ടും. മുട്ടിക്കൊണ്ടേയിരിപ്പീൻ, ഒരിക്കൽ ആ വാതിൽ തുറക്കപ്പെടും. അന്വേഷിച്ചുകൊണ്ടേയിരിപ്പീൻ, ഒരിക്കൽ നിങ്ങൾ കണ്ടെത്തും. അതെ, അതാണ് നമ്മളും ചെയ്യേണ്ടത്. മടുക്കാതെ ക്ഷമയോടെ കാത്തിരിക്കുക. ഒരിക്കൽ അത് സംഭവിക്കും, ഉറപ്പ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം, പറയക്കരയച്ചൻ. ഓളമറ്റം ചേരിക്കൽ KK ജോസഫ് നിര്യാതനായി. 93 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് തൊടുപുഴ തേരക്കുന്ന് പള്ളിയിൽ. ഭാര്യ സാറാമ്മ, ചങ്ങനാശ്ശേരി ചീറ്റേട്ട് കുടുംബാംഗം. മക്കൾ രാജു, ബീന, സുശീല, സരിന, ഡോക്ടർ സുമം, ഡോളി. മരുമകൾ ഷൈല മാങ്കുഴ, ബെന്നി 3-ാം മൈലിൽ, VV ഫ്രാൻസിസ് വടക്കേ പുത്തൻപുരയ്ക്കൽ, ഡോക്ടർ സിറിൽ മംഗലശ്ശേരി, ഫ്രാൻസിസ് ചീക്കപ്പാറി, നൈസ് നെടുങ്ങാട്ട്. തൊടുപുഴയിലെ ആദ്യകാല ടയർ റീട്രേഡിംഗ് വ്യവസായിയും വ്യാപാരിയുമായിരുന്ന വള്ളിയിൽ PD ചാക്കോ നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10:30 മൈലക്കൊമ്പ് സെന്റ് തോമസ് ഭവന പള്ളിയിൽ.
ഭാര്യ ലിലി, തൊടുപുഴ മാടമനക്കാട്ട് കുടുംബാംഗം. മക്കൾ വിൻസെന്റ്, വിവിയൻ, വിൻസി, വിന്ധ്യ. മരുമകൾ ഷൈനി പുതക്കുഴി, വൈഷ്ണവി, സന്തോഷ്, ബിജു. മുട്ടം നരിമറ്റത്തിൽ പരേതനായ സെബാസ്റ്റ്യന്റെ ഭാര്യ അന്നമ്മ നിനിയതെ 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി മുട്ടം ചാമക്കാലായി കുടുംബാംഗമാണ്. മക്കൾ ആനിയമ്മ, രാജു സെബാസ്റ്റ്യൻ, മേരിയമ്മ, ബാബു എൻ സെബാസ്റ്റ്യൻ, ജോൺസൺ. മരുമക്കൾ ബേബിച്ചൻ കടുകുമക്കൾ, മിനി തെക്കേക്കര, മാത്യു കരിപ്പാമറ്റം, ബെർസി വർഗീസ് മുണ്ടത്താനം, ഷൈനി വട്ടക്കണ്ടത്തിൽ. അറക്കുളം മഞ്ഞകുന്നിൽ പരേതനായ ചാക്കോയുടെ മകൾ സിസ്റ്റർ വിൻസെന്റ് പി എസ് നിര്യാതയായി 86 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മംഗലാപുരം വഞ്ചിയൂർ ബദനി കോൺവെന്റ് കപ്പേരിൽ. സഹോദരങ്ങൾ പരേതയായ അന്നമ്മ കിഴക്കേക്കര, ജോസഫ്, സിസ്റ്റർ പൗളിൻ മരിയ SH ചേറ്റുതോട്, പരേതനായ ചാടി. ഇനി സ്വർണം വെള്ളി തിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2615 രൂപ, വെള്ളി ഗ്രാമിന് 39 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 136 രൂപ, റബ്ബർ RSS 5 കിലോഗ്രാമിന് 134 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിങ്കളാഴ്ച കർക്കിടകം 1. രാമായണ ദിനങ്ങൾക്ക് തുടക്കം. ആരോഗ്യ സംരക്ഷണത്തിനും രാമനാമ സങ്കീർത്തനങ്ങൾക്കും നീക്കിവെക്കുന്ന നാളുകളാണ്. ഇടവെട്ടി NSS കരയോഗം മന്ദിര സമർപ്പണവും ഓഡിറ്റോറിയത്തിന്റെ നാമകരണവും കുടുംബസംഗമവും നടന്നു. PJ ജോസഫ് MLA കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. റോഡിന് ഇരുവശവുമുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് തണൽ മരങ്ങൾ നട്ടും തൊടുപുഴ നഗരവീഥി വൃത്തിയാക്കിയും ജയഹിന്ദ് ലൈബ്രറി അംഗങ്ങൾ മാതൃക നൽകി. തൊടുപുഴ കാരിക്കോട് ജംഗ്ഷനിൽ ഗതാഗത കുരുക്കിയിരുന്നു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും ഹൈമാക്സ് ലൈറ്റും വഴിയോര കച്ചവടങ്ങളുമാണ് ഗതാഗത കുരുക്കിന് കാരണം. KSU കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുകയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുകയും ചെയ്ത തൊടുപുഴ CIക്കെതിരെ നടപടിയെടുക്കണമെന്ന് KSU. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.